ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഭയങ്കര അന്വേഷണമായിരുന്നു. ഈ ഇന്നത് സ്വതന്ത്ര മീഡിയ എന്തോ ഒരു മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ഞത്തൊക്കെ തടിയിട്ട് പറയുന്ന ഒരാളുണ്ട്. ഭയങ്കര ഇങ്ങനെ സങ്കടമാണ് ഭയങ്കര. അപ്പോൾ അയാളുടെ കോണ്ടാക്ട് കിട്ടുമോ? പിന്നെ നമ്മൾ വിചാരിച്ചു എന്താണ് ഇപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇവരുടെ കമ്മ്യൂണിറ്റീനെ അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പോ എന്തൊക്കെ ഉണ്ടാക്കാനുള്ളതാണോ. അപ്പോൾ അവസാനം അയാളെ പിടികിട്ടി തോന്നുന്നു. നട്ടപ്പാതിരൊക്കെ അയാൾ ഒരു കുളത്തിൻ്റെ അടുക്കുകയൊക്കെ ചെയ്തിട്ട്, സ്വിമ്മിംഗ് പൂളാണ് കുളമെന്ന് അറിയില്ല, അവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടു. അത് ഇന്ന് രാവിലെയാണ് കാണാൻ ഇടയായത്. അത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും ശ്രീനാ മാഡത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രീനാ മാഡത്തിനെ ഒന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ കള്ളം പ്രതാപൻ്റെ മുന്നത്തെ തട്ടിപ്പ് കേസുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൻ ഈ ഗ്രീൻ കോവിൻ്റെ ഒക്കെ പിന്നെ ജയിലിൽ കിടന്നവനാണോ, ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ, തൃശ്ശൂരെ ആ ഒരു സ്ത്രീക്ക് ഇതുവരെ 3 ലക്ഷം കൊടുക്കാത്ത നിഷ്ഠൂരനാണോ എന്നൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഈ കമ്പനിയുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 50 മിനിറ്റിലധികമാണ് സംസാരിച്ചത്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര തട്ടിപ്പായിരുന്നു, നമ്മളൊക്കെ ഇത് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവരിങ്ങനെ പൈസ വരുന്ന കണ്ടിട്ട് ഇവർക്ക് ഇത് നിർത്താൻ തോന്നിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം തന്നെയാണ് നമ്മളും പിന്നെ പറയുന്നത്. അതിനൊന്നും ഇവർ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പിന്നെ എല്ലാം അതെ ശരി ഓക്കെ അതെ അങ്ങനെ തന്നെയാണ് ഓക്കെ അങ്ങനെ പറഞ്ഞ് വിടുവാണ് ചെയ്തത്. അപ്പോൾ സ്വതന്ത്ര മീഡിയ ആണോ സുചിത്ര മീഡിയ ആണോ ഭയങ്കര എന്ത് ആൾക്കാരെ സങ്കടത്തിൻ്റെയോ ഇനിയിപ്പോൾ ആൾക്കാർ മരിക്കാൻ കിടക്കുന്നതാണോ എന്ത് ആയിക്കഴിഞ്ഞാലും അതിനൊക്കെയുള്ള ഉത്തരവാദി ലീഡർമാരും ഈ പാവങ്ങളെ പറ്റിച്ച് മൂഞ്ചിച്ച് കഫം തുന്ന ലീഡർമാരും അതിനൊക്കെ ഇതിന് കാരണക്കാരായ പ്രതാപനും ശ്രീനയും തന്നെയാണ്. അല്ലാതെ ഈ മണീച്ചനെതിരെ പ്രതികരിച്ച ഒരാളും തന്നെയല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക്, നിങ്ങൾ ഭാഗം നിന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതിൽ മറിച്ചൊരു വിധി സാധ്യമല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പൈസ വേണമെങ്കിൽ ക്ലെയിം പെറ്റീഷൻ ഇടുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫുകൾ വെച്ച് കലക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിനെ സമീപിക്കുക. അല്ലാതെ ഇങ്ങനെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറയുന്നത്, ഇനി ഇത് പെറ്റമ്മ ആയിക്കോട്ടെ, പോറ്റമ്മ ആയിക്കോട്ടെ, കുഞ്ഞമ്മ ആയിക്കോട്ടെ, അന്നമ്മ ആയിക്കോട്ടെ, ചിറ്റമ്മ ആയിക്കോട്ടെ, എന്തായാലും ഈ ഒരു നമ്മൾ വളർത്തുന്ന മകൻ അല്ലെങ്കിൽ കൊച്ചുമകൻ കള്ളനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോലീസിനെ അടക്കം വിളിച്ച് കൊടുക്കുന്ന അവസ്ഥ അടക്കം ഈ കേരളത്തിലുണ്ട്. മകൻ തീവ്രവാദിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസിന് അറിയിച്ച ചരിത്രം ഈ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മണി ചേഞ്ച് ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ച് നടക്കുന്നവരെ, അവർക്കറിയില്ലല്ലോ ഇത് മണി റൊട്ടേഷനാണ് ചെയ്തിരുന്നതെന്നും ആൾക്കാരെ ചേർത്ത് ആൾക്കാർ കൊണ്ടിടുന്ന ലക്ഷങ്ങളിൽ നിന്നാണ് 100 രൂപയും 102 രൂപയും ആഴ്ചക്ക് കിട്ടുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ഇത് സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം ഇതിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് ഇതാക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്നതാണ് അവർ. അതുകൊണ്ട് ഇതൊന്നും ഒരു തൊഴിലല്ല, ഇതൊക്കെ പറ്റിക്കലാണ്. 2000 മുതൽ മണി ചെയിൻ ചെയ്ത് അതിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും പഠിച്ച ഒരുത്തൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ട് ഇതിലൊന്നും കരച്ചിലും കണ്ണീരും സങ്കടവും ഒന്നും യേശൂല എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാക്കും മറ്റേ എന്തും നേരിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ്. അതുമാത്രമാണ് നമുക്ക് ശക്തി, ധൈര്യം തരുന്നത് അതാണ്. ഇത് സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത്, നീതിയുടെ ഭാഗത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭീഷണികളെയും പ്രാക്കിനെയും എല്ലാം തന്നെ നമ്മൾ
മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്നത് അതാണ് കേട്ടോ. അതുകൊണ്ട് നിർത്തുക, ഇത്രയേ ഉള്ളൂ. അപ്പം എങ്ങനെ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അവസാനിപ്പിക്കാന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക്, എത്ര ആൾക്കാർക്ക്. ഇവൻ മൊണ്ടേഷൻ അടക്കം തിരിച്ചറിവ് വന്നു. എന്നിട്ടാണ് ഇയാളെയൊക്കെ ഉള്ള ഒരു എക്സാമ്പിളാണ്. കൂടുതൽ ചോറ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തലയിൽ അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാവണം എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ ചങ്ങായിയൊക്കെ. എന്താണ് പറയേണ്ടത്? ബൈ.